കാനഡയ്ക്കുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഒരുപാട് തടസ്സങ്ങളും റിജക്ഷനൊക്കെ ഉണ്ടായി. എന്നാണ് കർത്താവേ കാനഡയ്ക്ക് പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആരുടെയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സെൻറ്റ് ജോസഫ് ഓട്രി എന്ന് പറയുന്ന ദേവാലയം കാണുന്നത്. അത് ഇത്രയും വലിയ ദേവാലയമാണെന്നോ ഇത്രയും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്നെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടെ ഒന്ന് വരാൻ സാധിക്കണേ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 9 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടി വരുന്ന ഒരു ദേവാലയമായിട്ട് ഇത് മാറ്റിയത് ദൈവനിയോഗം ആയിരിക്കാം. എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം, മാനിഫെസ്റ്റേഷൻ ചെയ്ത് കിട്ടിയിരുന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഒന്ന് മാത്രം എനിക്കറിയാം, ഒരുപാട് ആഗ്രഹിച്ചാൽ അക്കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എനിക്കത് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ദേവാലയം. എന്താണ് എന്നെനിക്കറിയത്തില്ല, എന്തോ ആത്മീയമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം വിശുദ്ധ ബ്രദർ ആൻഡ്രേ എന്ന് പറയുന്ന ഇവിടുത്തെ ലോക്കൽ സെയിൻറ്റ് സ്ഥാപിച്ച ഈ ദേവാലയം ഒരുപാട് ആൾക്കാരുടെ കണ്ണീരൊപ്പുന്ന, ഒരുപാട് അസുഖങ്ങൾക്ക് ഉത്തരം തരുന്ന, അതായത് ആ അസുഖങ്ങളെല്ലാം മാറി വളരെ സന്തോഷത്തോടെ ആൾക്കാർ തിരിച്ചു പോകുന്നതും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഈ മണ്ണിൽ നിന്ന് തന്നെ ഞാൻ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. എനിക്കും പേഴ്സണലി അനുഭവവും ഉണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, ഈ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കാക്കണേ.